മക്കൾ സ്കൂളിൽ വന്നപ്പോൾ എന്ത് കഴിക്കാൻ കൊടുക്കും എന്നുള്ള കൺഫ്യൂഷനിൽ ഫ്രിഡ്ജിൻ്റെ ഡോർ തുറന്നപ്പോഴാണ് കാടമുട്ടൻ്റെ ബോക്സ് കണ്ടത്. ഏതായാലും കുറച്ച് കാടമുട്ട എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിന് വേണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി പുറത്തിറങ്ങി നോക്കിയപ്പോൾ കുറച്ച് ഇലയുള്ളൂ കേട്ടോ മരത്തുമ്മൽ. ഏതായാലും ഒരു ഇല്ലി മാത്രം എടുത്തു. കൂടുതൽ എടുക്കാൻ അതിൻ്റെ അടുത്ത് തരാനും വില ഇല്ല കേട്ടോ. ഉള്ളത് എടുത്തുകൊണ്ട് പോകും. ഈ കാടമുട്ട ഉണ്ടാക്കാൻ തുടങ്ങിയാൽ ആകെയുള്ളൊരു ടാസ്ക് എന്ന് പറഞ്ഞത് ഇതിൻ്റെ തൊലി ഉണ്ടല്ലോ, ഇതിങ്ങനെ നുള്ളി പൊളിക്കുക എന്നുള്ളത് വല്ലാത്തൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ. ക്യാമറ ഓണെന്ന് കണ്ടപ്പോൾ മോൻ ഒറ്റ മുങ്ങലിട്ടാ. ഏതായാലും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ആ ടാസ്ക്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് 1 സ്പൂൺ വെളിച്ചെണ്ണ മതിട്ടാ. അതിലേക്ക് കുറച്ച് കടുകും കറിവേപ്പിലയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും കുറേശ്ശെ ചേർത്ത് കൊടുക്കട്ടോ. അതൊന്ന് ജസ്റ്റ് ചൂടാക്കിയതിന് ശേഷം നമുക്ക് എന്താ ചെയ്യുക, നമ്മൾ തൊലി കളഞ്ഞ് വെച്ച മുട്ട ഉണ്ടല്ലോ അത് അതിലിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതാ നമ്മൾ മസാല മുട്ട ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ കുത്തി കുത്തി കഴിച്ചാലുണ്ടല്ലോ പ്ലേറ്റ് കാലിയാവുന്നത് അറിയില്ല കേട്ടോ. മക്കൾസ് വന്നതെല്ലാം തീർത്തിട്ടോ. എനിക്ക് ഒരൊറ്റ പീസേ കിട്ടിയുള്ളൂ. മക്കൾ സ്കൂളിൽ വന്നപ്പോൾ എന്ത് കഴിക്കാൻ കൊടുക്കും എന്നുള്ള കൺഫ്യൂഷനിൽ ഫ്രിഡ്ജിൻ്റെ ഡോർ തുറന്നപ്പോഴാണ് കാടമുട്ടൻ്റെ ബോക്സ് കണ്ടത്. ഏതായാലും കുറച്ച് കാടമുട്ട എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിന് വേണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി പുറത്തിറങ്ങി നോക്കിയപ്പോൾ കുറച്ച് ഇലയുള്ളൂ കേട്ടോ മരത്തുമ്മൽ. ഏതായാലും ഒരു ഇല്ലി മാത്രം എടുത്തു. കൂടുതൽ എടുക്കാൻ അതിൻ്റെ അടുത്ത് തരാനും വില ഇല്ല കേട്ടോ. ഉള്ളത് എടുത്തുകൊണ്ട് പോകും. ഈ കാടമുട്ട ഉണ്ടാക്കാൻ തുടങ്ങിയാൽ ആകെയുള്ളൊരു ടാസ്ക് എന്ന് പറഞ്ഞത് ഇതിൻ്റെ തൊലി ഉണ്ടല്ലോ, ഇതിങ്ങനെ നുള്ളി പൊളിക്കുക എന്നുള്ളത് വല്ലാത്തൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ. ക്യാമറ ഓണെന്ന് കണ്ടപ്പോൾ മോൻ ഒറ്റ മുങ്ങലിട്ടാ. ഏതായാലും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ആ ടാസ്ക്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് 1 സ്പൂൺ വെളിച്ചെണ്ണ മതിട്ടാ. അതിലേക്ക് കുറച്ച് കടുകും കറിവേപ്പിലയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും കുറേശ്ശെ ചേർത്ത് കൊടുക്കട്ടോ. അതൊന്ന് ജസ്റ്റ് ചൂടാക്കിയതിന് ശേഷം നമുക്ക് എന്താ ചെയ്യുക, നമ്മൾ തൊലി കളഞ്ഞ് വെച്ച മുട്ട ഉണ്ടല്ലോ അത് അതിലിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതാ നമ്മൾ മസാല മുട്ട ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ കുത്തി കുത്തി കഴിച്ചാലുണ്ടല്ലോ പ്ലേറ്റ് കാലിയാവുന്നത് അറിയില്ല കേട്ടോ. മക്കൾസ് വന്നതെല്ലാം തീർത്തിട്ടോ. എനിക്ക് ഒരൊറ്റ പീസേ കിട്ടിയുള്ളൂ.